അങ്ങനെ ഇത്രയും പറഞ്ഞാണ്ട് ഉമ്മാമ കോള് കട്ട് ചെയ്ത് ഉസ്താദ് കുറച്ചേരം ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഈ ഭ്രാന്തായ ആൾ എങ്ങനെ മനുഷ്യന്മാരെ ഉപദ്രവിക്കുമോ എന്നുള്ളത്. അപ്പൊ ഉമ്മ പറയും, അയാളെ കൊണ്ട് അങ്ങനെ ഉപദ്രവിക്കുന്ന പ്രശ്നമൊന്നുമില്ല, ആകുള്ളത് കുട്ടികളെ കണ്ടാൽ സൗണ്ട് ഉണ്ടാക്കി ഓടിക്കും, അല്ലാതെ നമ്മളെ വലിയോലൊന്നും ചെയ്യലില്ല. അയാൾ അധികം ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, ഇടയ്ക്ക് എപ്പോഴേനുള്ളൂ പുറത്തിറങ്ങി കാണലെന്നെ, കണ്ടാൽ തന്നെ നമ്മളെ നേരെ വരെ ഉപദ്രവിക്കുക അങ്ങനെ ഒന്നും ചെയ്യൂല എന്ന് പറയേ. അപ്പൊ ഉസ്താദ് ആ വീട് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും അവിടെ വരെ പോയിട്ട് വരാന്ന് പറയും. അങ്ങനെ ഉസ്താദ് പോയി ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ആള് വരും. എന്നിട്ട് ഉസ്താദ് പറയും, അയാളോടൊന്നും ചോദിക്കാനും പറയാനൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിലും അംബിക എന്നുള്ള പേര് എന്റെ വായിന്ന് വന്നതും അയാൾ ആകെ പേടിക്കാൻ തുടങ്ങി, ആകെ വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ വിളിച്ച് പറയാൻ തുടങ്ങി. അയാൾ പറഞ്ഞതിൽ പകുതി മുക്കാലും എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഇറങ്ങാൻ നേരത്തെ അയാൾ പറഞ്ഞ 2 ലൈന് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയത് കൊണ്ട് അവള് പോകും, പിന്നെ എന്തോ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നവരെ മനുഷ്യന്മാര് നോക്കി നിൽക്കും, എന്നിട്ടേ വെളിവ് വരുള്ളൂ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞത് മാത്രമേ ഞാൻ ശരിക്കും കേട്ടത് എന്നുള്ളത്. ഇതൊക്കെ ഇത് റിലേറ്റഡ് പറഞ്ഞതാണോ അത് എന്തെല്ലാം വിളിച്ച് പറഞ്ഞതാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതല്ലാണ്ട് നമ്മളടുത്ത് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇതന്നെ വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാന്ന് പറഞ്ഞാണ്ട് ഉസ്താദ് ഹാളൊക്കെ കയറുവേ. അങ്ങനെ അയാൾ പയ്യെ പോലെ തന്നെ ഓരോന്ന് ചൊല്ലാൻ തുടങ്ങും. ഇവളാന്നുണ്ടെങ്കിൽ ഇയാളെ മൂത്തക്ക് തന്നെ നോക്കുന്നുണ്ടാവില്ല, ഇവർ ആരുടെയും മൂത്തക്ക് നോക്കുന്നുണ്ടാവില്ല. ഇതിനൊന്നും ഒരു അറ്റൻഷനും കൊടുക്കാതെ റൂമിന്റെ ഓരോ കോണർക്ക് മാത്രമേ ഓള് നോക്കുന്നുണ്ടാവുക. അങ്ങനെ ഉസ്താദ് പെട്ടെന്ന് അംബിക എന്നുള്ള പേരങ്ങ് മെൻഷൻ ചെയ്യും. ഇതുവരെ മുഖത്ത് കൂടി നോക്കാതെ ഓള് ഉസ്താദിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും, എന്താണ് പറയുന്നത് എന്നുള്ളത് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുവേ. അതുവരെ ഇവരുടെ മുഖത്ത് കുറെ വാശിയും പുച്ഛമൊക്കെ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ അംബിക എന്നുള്ള പേര് പറഞ്ഞത് ഇവളൊരു കുട്ടിയാളുടെ എന്തോ നഷ്ടമായ കുട്ടിയാളുടെ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഇവളുടെ മുഖത്ത് ഉണ്ടാവുക. പെട്ടെന്ന് ഉസ്താദ് ചാത്തപ്പൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കും. അയാളുടെ വർത്തമാനത്തിൽ മൊത്തം നഷ്ടവും പിന്നെ ചതിയും ഒക്കെ അയാൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഉസ്താദ് എന്തായാലും ഒന്ന് എറിഞ്ഞു നോക്കാന്നുള്ള പോലെ പറയും, എനിക്കറിയാം നിന്റെ ലൈഫിൽ നീ എത്രത്തോളം ചതിക്കപ്പെട്ടിട്ടുണ്ട്, നിനക്ക് എത്രത്തോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാം, പക്ഷെ ഈ കുട്ടിനെ ഉപദ്രവിച്ചുകൊണ്ട് നിനക്ക് അതൊരു പരിഹാരം ആവാൻ പോകുന്നില്ല, നിനക്കൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുവേ. ഇതുവരെ ഇരുന്ന പോലെ ആവില്ല ഫിദി. അപ്പൊ ഉസ്താദ് പറയുന്ന ഓരോ വേർഡും കേൾക്കുന്നുണ്ടാവും, പിന്നെ ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുന്നുണ്ടാവേ. അതായത് ചെറിയ കുട്ടികൾ കരയുന്ന പോലെ ഇങ്ങനെ തേങ്ങി തേങ്ങി കരഞ്ഞ് എന്താണ് ഓളെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് ഓളെന്നെ പറയുവേ. ഈ കേശവന്റെ 2ാം ഭാര്യ ആയിരിക്കും ശരിക്കും അംബിക. ആദ്യ ഭാര്യ മരിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം മക്കളൊക്കെ വലുതായി അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായതിനു ശേഷം ഈ കേശവന് 2ാമതായിട്ട് കല്യാണം കഴിക്കുന്നുണ്ടാവുക. അതും മക്കളൊക്കെ പഠിക്കാനായിട്ട് എബ്രോഡ് പോയി ഇയാൾ ഒറ്റപ്പെടുന്ന ഒരു സമയത്ത് മക്കൾ തന്നെ ഇയാളെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ ആ ഒരു ഒറ്റപ്പെടലും ഒക്കെ കൂടി ആയിട്ട് ഈ അംബികനെ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അംബികക്കും അതേപോലെ തന്നെ ഇയാളെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആൻഡ് ഇവരുടെ കല്യാണം കഴിയുന്ന സമയത്ത് കേശവന് ഒരു 50 എബോക്ക് ഏജ് ഉണ്ടാവും, അംബികക്കാന്നുണ്ടെങ്കിൽ ഒരു 30-32 അത്തരമുള്ള ഏജ് ഉണ്ടാവുക. അത്ര ഒരു ഏജ് ഗ്യാപ്പിലൊക്കെ ഇവര് കല്യാണം കഴിക്കുന്നുണ്ടാവുക. ഇവര് തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലാന്നുണ്ടെങ്കിലും നാട്ടുകാർക്ക് ഒരു പറച്ചിലുണ്ടാവുമല്ലോ, ഇയാൾക്ക് നല്ല പ്രായം ഉണ്ടല്ലോ, ഇവള് ഇയാളെ സ്വത്ത് കണ്ടിട്ട് കെട്ടിയതാണ്, ആ രീതിക്കൊക്കെ നാട്ടുകാർ കുറെ കഥയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് കേശവന് ഇവളോട് ഒരു ഇഷ്ടക്കുറവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായിരുന്നേ. ഈ കേശവന്റെ മക്കളൊക്കെ നാട്ടിക്ക് വരാനും ഇവിടെ നിൽക്കാനൊന്നും താല്പര്യം ഇല്ലാത്തവരായോണ്ട് തന്നെ ആ വീട്ടിൽ കുറെ കാലം ഇവര് രണ്ടാളും പറമ്പിന്റെയും വീടിന്റെയും കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു ഹെൽപ്പറും മാത്രമാണ് ഉണ്ടായിരിക്കുക.